പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് പുതിയ ഈ വീഡിയോയിലൂടെ ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത് ഗൂഗിൾ ഫോം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പരീക്ഷ എഴുതാം എന്നുള്ളതാണ്. ഈ കോവിഡ് മഹാമാരിയിൽ ഓഫ്ലൈൻ വിദ്യാഭ്യാസം ഓൺലൈനിന് വഴിമാറിയപ്പോൾ പരീക്ഷകളിലും അതുപോലെ തന്നെ പലവിധ ടെസ്റ്റുകളിലൊക്കെ ധാരാളം മാറ്റങ്ങൾ വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗൂഗിൾ ഫോം ഉപയോഗിച്ചുകൊണ്ടുള്ള പരീക്ഷകൾ നടത്താൻ തുടങ്ങിയത്. ഇന്ന് ഗൂഗിൾ ഫോമിൽ തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അല്ലെങ്കിൽ യൂണിറ്റ് ടെസ്റ്റ് പേപ്പറുകളൊക്കെ നമുക്ക് വാട്സപ്പിലേക്കും അതുപോലെ ടെലഗ്രാമിലേക്കും അതുപോലെ വിവിധ മീഡിയകളിലേക്കും അയക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമുക്ക് വാട്സപ്പിലേക്ക് എത്തുന്ന ലിങ്ക് ഉപയോഗിച്ച് എങ്ങനെ പരീക്ഷ എഴുതാം, അല്ലെങ്കിൽ ടെലഗ്രാമിലേക്ക് എത്തുന്ന ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പരീക്ഷ എഴുതാം എന്നുള്ളതാണ് വളരെ ഷോർട്ടായിട്ടുള്ള ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഏതിലേക്കാണോ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് അയച്ചു തന്നിട്ടുള്ളത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ലിങ്ക് അയച്ചു തന്നിട്ടുള്ളത് ആ ഒരു മീഡിയ നമ്മൾ ആദ്യമായിട്ട് തുറക്കണം. അപ്പോൾ എനിക്ക് ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തന്നിട്ടുള്ളത് ടെലഗ്രാമിലേക്കാണ്. അപ്പം ഞാൻ എൻ്റെ ടെലഗ്രാം അക്കൗണ്ട് തുറക്കുക. എൻ്റെ ടെലഗ്രാം അക്കൗണ്ട് തുറന്നപ്പോൾ ഈ FFB എന്ന് പറയപ്പെടുന്ന ഈ ഒരു വ്യക്തിയാണ് എനിക്ക് ടെലഗ്രാമിലൂടെ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. നമുക്ക് പല എക്സാമുകളും അതുപോലെ തന്നെ പല യൂണിറ്റ് ടെസ്റ്റുകളൊക്കെ ഇനി ഗൂഗിൾ ഫോം ഉപയോഗിച്ചും ഫോംസ് ആപ്പ് ഉപയോഗിച്ചുമൊക്കെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അവ വളരെ നല്ല രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ പോലും നഷ്ടപ്പെടാതെ പരിപൂർണമായിട്ടും എഴുതാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വീഡിയോയാണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അയച്ചു തന്ന ആ ഒരു ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് എക്സാമാണോ അല്ലെങ്കിൽ ഏത് യൂണിറ്റ് ടെസ്റ്റാണോ നമുക്കുള്ളത് കൃത്യമായിട്ട് അതിനുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഹെഡിങ്ങും അതുപോലെ തന്നെ അതിലെ വിഷയങ്ങളൊക്കെ വരും. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യാം. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ നെയിം ഇവിടെ റിക്വേർഡ് എന്ന് കൊടുത്തത് നമ്മൾ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ പൂരിപ്പിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫുൾ നെയിം എന്നുള്ളതാണ്. അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ പേര് ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യണം. ജസ്റ്റ് പേര് ടൈപ്പ് ചെയ്തു. അടുത്ത എൻ്റെ മൊബൈൽ നമ്പറാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇനി മൊബൈൽ നമ്പർ കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു 10 നമ്പർ അടിച്ചാലും നമുക്ക് ഈ ഒരു ഫോംസ് ആപ്പ് വഴിയുള്ള ഈ ഒരു ഗൂഗിൾ ഫോം വഴി നമുക്ക് എക്സാം എഴുതാനും ടെസ്റ്റ് നടത്താനും ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യാൻ കഴിയും. അടുത്ത ജസ്റ്റ് ക്ലാസ് കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ, ഇതൊക്കെ റിക്വേർഡ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് പരിപൂർണമായിട്ടും നമുക്ക് നിർബന്ധമായിട്ടും നമ്മൾ ഇതിന് മുഴുവൻ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഇതൊന്നും അറ്റൻഡ് ചെയ്യാതെ ഏറ്റവും അവസാനം കാണുന്ന സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ദിസ് ക്വസ്റ്റ്യൻ റിക്വേർഡ് ആൻ ആൻസർ എന്നുള്ളത് ഇവിടെ തെളിഞ്ഞു വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻസും ഒന്നും നഷ്ടപ്പെടാതെ പരിപൂർണമായിട്ടും എഴുതാനുള്ള ഒരു സൗകര്യം നമുക്കുണ്ടാകും. എന്നാൽ ഇങ്ങനെ റിക്വേർഡായിട്ട് അല്ലെങ്കിൽ റിക്വയർ കൊടുക്കാത്തതാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും അബദ്ധവശാൽ ഞാൻ സബ്മിറ്റ് നിൽക്കുന്നതോടുകൂടെ നമുക്ക് പിന്നീട് ആൻസർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. മാത്രമല്ല ഇങ്ങനെ തയ്യാറാക്കുന്ന ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും കൃത്യമായിട്ട് ഫോൺ നമ്പർ ഏതെങ്കിലും ഒരു ഫോൺ നമ്പറിൽ നിന്ന് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആ ഫോൺ നമ്പർ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്, നിങ്ങൾ ഇത്തരത്തിൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും കൃത്യമായിട്ട് നോക്കി അതിന് ഉത്തരങ്ങൾ എഴുതുകയും റിക്വേർഡ് ചെയ്യാത്തതാവട്ടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് പൂർണ്ണമായിട്ടും എല്ലാ ഭാഗവും നിങ്ങൾ പൂരിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് വിജയിച്ച് മുന്നോട്ട് പോകാൻ കഴിയൂ.